ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൽ ഇട്ടിരുന്ന ഒരു കഥയുടെ പാർട്ട് 2 പാർട്ട് 1 കാണാത്തവർ അത് കേട്ടിട്ട് വേണം കേട്ടോ ഇത് കാണാൻ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. വീട്ടിൽ നിന്നിറങ്ങി തൻ്റെ പടക്കുതിര എടുത്തുകൊണ്ട് നീരജയുടെ വീട്ടിലേക്ക് പോകുന്ന നേരം മനുവിന് പല ചിന്തകളായിരുന്നു. എന്തായിരിക്കും ആൻറ്റിയുടെ പ്രശ്നം? വീട്ടിലേക്ക് തന്നെ ഈ സമയം ചെല്ലാൻ പറഞ്ഞത് എന്തുകൊണ്ടാവും? അപ്പോൾ ആൻറ്റി ഇന്ന് ഓഫീസിൽ പോയിട്ടില്ല, എന്തോ സീരിയസ് മാറ്റർ ആവും. ഇല്ലെങ്കിൽ ഫോണിൽ കൂടിയെങ്കിലും പറയുമായിരുന്നു. നീരജ് ആൻറ്റിയുടെ വീടിന് മുൻവശം എത്തി. ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. ആൻറ്റി സിറ്റൗട്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടതും ആൻറ്റി ഗേറ്റ് തുറക്കാനായി പുറത്തേക്കിറങ്ങി. ആൻറ്റി എവിടെയോ പോയിട്ട് വന്നതുപോലെയുണ്ട്. ആൻറ്റി ഒരു റെഡ് സാരിയാണ് ഉടുത്തു നിൽക്കുന്നത്. അല്ലേലും ആൻറ്റിയുടെ ഡ്രസ്സിംഗ് ഒക്കെ പൊളിയാണ്. നല്ല കോസ്റ്റ്യൂം സെൻസുള്ള ആളാണ് നീരജ് ആൻറ്റി. ഇടയ്ക്കൊക്കെ ലേഖേച്ചിയുടെ കയ്യിൽ തയ്ക്കാൻ കൊടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ എൻ്റെ അമ്മയുടെ ഗുരു നീരജ് ആൻറ്റി ആണെന്നാണ്. ഇപ്പോൾ ഉടുത്തു നിൽക്കുന്ന റെഡ് സാരിയും അതിലെ ബ്ലാക്ക് ഡിസൈനും ഒരു പ്രത്യേക രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ആൻറ്റി അണിഞ്ഞിരിക്കുന്ന ഡാർക്ക് റെഡ് നിറത്തിലുള്ള ബ്ലൗസും എല്ലാം കൂടി കാണുമ്പോൾ ഒരു സൗന്ദര്യ തിടമ്പ് നടന്നു വരുന്നത് പോലെയുണ്ട്. കാണാനായിട്ട് നേഹ സക്സേനയെ പോലെ എന്നല്ല ശരിക്കും പറയേണ്ടത്. ഈ ഒരു കോസ്റ്റ്യൂമിൽ ആ സിനിമാ നടിയേക്കാൾ ഒരുപാട് സുന്ദരിയാണ് നീരജ് ആൻറ്റി. എന്തായാലും ആൻറ്റിക്ക് ഏകദേശം ഒരു 45 വയസ്സെങ്കിലും കാണും. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു 35, അതിനപ്പുറം പറയില്ല. ഈ പ്രായത്തിലും ആൻറ്റി ബോഡി നന്നായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ആവശ്യത്തിലധികം മുഴുപ്പും കൊഴുപ്പും ആൻറ്റിക്കുണ്ട്. നിമിഷയ്ക്ക് കിട്ടിയിരിക്കുന്നതും ആൻറ്റിയുടെ ഇതേ ശരീര സൗന്ദര്യമാണ്. സിറ്റൗട്ടിൽ നിന്ന് ആൻറ്റി ചെരുപ്പ് പോലും ഇടാതെയാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ആ കാലുകൾ കൊണ്ട് ഒരു പ്രത്യേക സൗന്ദര്യം. കണങ്കാല് മുതൽ താഴേക്ക് മാത്രമേ കാണുന്നുള്ളൂ. നല്ല വെളുത്തു തിളങ്ങുന്ന കാൽപാദങ്ങൾ. പെഡിക്യൂർ ചെയ്തു പോകുന്നത് കൊണ്ടാവും കാലുകൾക്ക് ഇത്ര അധികം ഭംഗി. നീണ്ട കാൽവിരലുകളുടെ അറ്റത്ത് നഖങ്ങളിൽ നെയിൽ പോളിഷ് കൂടി ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നുകൂടി ഭംഗിയാണ് കാൽപാദങ്ങൾ. കാലുകൾക്ക് ഇത്ര ഭംഗിയാണെങ്കിൽ അതിന് മുകളിലോട്ട് എന്താവും സ്ഥിതി? മനു ചുമ്മാ ഒന്ന് ഇമാജിൻ ചെയ്തു. ആൻറ്റി ഗേറ്റ് തുറന്നു. ഞാൻ ബുള്ളറ്റ് കാർ പോർച്ചിനകത്തേക്ക് കയറ്റി പാർക്ക് ചെയ്തു. ബുള്ളറ്റിൽ നിന്നിറങ്ങിയപ്പോൾ സൈഡിലെ അശയിൽ ഉണക്കാനിട്ടിരിക്കുന്ന തുണികളിൽ കണ്ണുടക്കി. തുണികളുടെ ഇടയിൽ 4 വവ്വാലുകൾ തൂങ്ങിക്കിടപ്പുണ്ട്. ഞാനൊന്ന് സ്കാൻ ചെയ്ത് നോക്കി. ആ കിടക്കുന്ന റോസ് നിറത്തിലുള്ളതും നീല നിറത്തിലുള്ളതും നിമിഷയുടെ വവ്വാലാണ്. മറ്റേ ക്രീം നിറത്തിലുള്ള വലിപ്പം ഇത്തിരി കൂടിയ വവ്വാലുകൾ നീരജ് ആൻറ്റിയുടേതാണ് ഉറപ്പ്. എല്ലാം കൂടെ കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. അരുണേ, നൻപ, നീ ഭാഗ്യവാനാണടാ. നിമിഷ ഇപ്പോൾ നിൻ്റെ കയ്യിലല്ലേ, ഞാൻ മനസ്സിലോർത്തു. ആൻറ്റി ഗേറ്റ് ലോക്ക് ചെയ്ത് എൻ്റെ വരവും പ്രതീക്ഷിച്ച് വീടിൻ്റെ മുൻപിൽ തന്നെ നിൽക്കുകയാണ്. എന്തോ ടെൻഷൻ ആൻറ്റിയുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. ആ പതിവ് പ്രസന്നഭാവം മുഖത്തില്ല. ആൻറ്റി വീടിനകത്തേക്ക് കയറി. ഞാൻ ആൻറ്റിയെ അനുഗമിച്ചു. ഞാൻ അകത്തേക്ക് കയറിയതും ആൻറ്റി ഡോർ ലോക്ക് ചെയ്തു. ആ വീട്ടിൽ ഇപ്പോൾ ഞാനും ആൻറ്റിയും മാത്രമേ ഉള്ളൂ. മനു, നീ ഇരിക്ക്, ഞാൻ കുടിക്കാനെടുക്കാം എന്ന് പറഞ്ഞ് TV ഓൺ ചെയ്തിട്ട് ആൻറ്റി കിച്ചണിലോട്ട് പോയി. കിച്ചണിലോട്ട് പോകുന്ന ആൻറ്റിയെ ഞാൻ വെറുതെ ഒന്ന് നോക്കി. സാരിയുടെ ബ്ലൗസ് നല്ല ഇറങ്ങിയ രീതിയിലാണ് തുന്നിച്ചിരിക്കുന്നത്. പുറം ഭാഗമൊക്കെ കാണാം. കടും ചുവന്ന നിറത്തിലുള്ള ബ്ലൗസ് മുതുകിനോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നത് കാണാൻ നല്ല ചേലുണ്ട്. നടക്കുമ്പോൾ ആ മൺകുടങ്ങൾ ഇളകിയാടുന്നത് കാണാൻ എന്താ ഒരു ഭംഗി. ഇത്രയൊക്കെ ധാരാളമാണ് എന്നെപ്പോലൊരാളിൽ ഒരുപാട് അസ്വസ്ഥത ഉളവാക്കാൻ. വീട്ടിൽ നിന്നിറങ്ങാൻ നേരം TV-യിൽ കണ്ട ട്രിവാൻഡ്രം ലോഡ്ജ് സിനിമ നടക്കുകയാണ് എൻ്റെ മനസ്സിൽ. നമ്മുടെ ഹണി റോസ് അഭിനയിച്ച ക്യാരക്ടർ അബ്ദുവിനോട് ഒരു കാര്യം ചോദിക്കുന്ന സീനാണ്. അബ്ദുവിന് എന്നിൽ ഒരുപാട് ഇഷ്ടമുള്ള കാര്യം എന്താ എന്ന് ഹണി റോസ് ചോദിക്കുമ്പോൾ എടുത്തടിച്ച പോലെ അബ്ദു കു എന്ന് മറുപടി കൊടുക്കുന്നുണ്ട്.
ഈ സമയം നീരജ ആൻറ്റി ഓറഞ്ച് ജ്യൂസ് എടുത്തുകൊണ്ട് വരികയും ചെയ്തു. അല്പം കുനിഞ്ഞു നിന്ന് എനിക്ക് ജ്യൂസ് സെർവ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ താഴ്വാരം കാണാൻ പറ്റുന്നുണ്ട്. ആൻറ്റിയുടെ പെർഫ്യൂമിൻ്റെയും വിയർപ്പിൻ്റെയും മിക്സ് ചെയ്ത രീതിയിലുള്ള മണം മൂക്കിലേക്ക് തുളച്ച് കയറുകയാണ്. എൻ്റെ ഈശ്വര, എനിക്ക് കൺട്രോൾ തരണേ. ഞാൻ പെട്ടെന്ന് കണ്ണവിടുന്ന് എടുത്ത് ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. ആൻറ്റി ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഞാൻ പോയിരുന്നടാ. പോയിട്ട് ലീവാക്കി ഇങ്ങ് തിരികെ പോരേണ്ടി വന്നു. എന്തു പറ്റി? എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. ഉണ്ട് മനുക്കുട്ട, വലിയ പ്രശ്നമാണ്. ആൻറ്റി ഞാനിരുന്ന സോഫ സെറ്റിയിൽ എന്നോട് ചേർന്നിരുന്നു കാര്യങ്ങൾ ഡീറ്റെയിലായി പറഞ്ഞു. എല്ലാം കേട്ട ഞാനൊന്ന് ഷോക്കായി. ആൻറ്റി ചെന്ന് പെട്ടേക്കുന്നത് വലിയ ട്രാപ്പിലാണ്. എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തില്ലെങ്കിൽ ആൻറ്റിക്കും വലിയ പ്രശ്നമാവും. അത് നിമിഷയെയും വലിയ രീതിയിൽ ബാധിക്കും. ആൻറ്റിക്ക് പണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചെറിയ പ്രശ്നം വന്നത് ഞാൻ സോൾവ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വലിയ കുഴിയിൽ പെട്ടപ്പോൾ എന്നെ തന്നെ വിളിച്ചത്. എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ആൻറ്റിക്കും വലിയ പിടിയില്ല. ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ആൻറ്റി കൂടെ കൂടെ ചോദിക്കുന്നുണ്ട്. ഇതെന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ശ്രമിക്കാം എന്ന് ഞാൻ വാക്കുകൊടുത്തു. പക്ഷേ അതിന് എനിക്കല്പം സമയം വേണം. മനുക്കുട്ട, നമുക്കധികം സമയമില്ല. ക്ലോസിങ്ങിന് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. അന്ന് നീ പറഞ്ഞില്ലായിരുന്നോ എന്തോ സലാമിയോ അങ്ങനെ എന്തോ? ഞാനൊരല്പം നേരം ആലോചിച്ചു. ഓ അതോ, അത് സലാമി സ്ലൈസിങ് അറ്റാക്ക്, സലാമി അറ്റാക്ക് എന്നും പറയും. ഇതൊന്നുമല്ല ആൻറ്റി. അന്ന് ആൻറ്റിക്ക് ടെക്നിക്കലായ ഒരു കൈപ്പിഴവ് മാത്രമേ വന്നുള്ളൂ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ടും എൻ്റെ ഫ്രണ്ടിൻ്റെ ഹെൽപ്പും കൊണ്ടൊക്കെ അത് ഈസിയായി ആരും അറിയാതെ സോൾവ് ചെയ്യാൻ പറ്റിയതാണ്. സലാമി അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സെക്ടറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സൈബർ ക്രൈം തന്നെയാണ്. അത് ഒരുപാട് ആളുകളുടെ അക്കൗണ്ടിൽ നിന്ന് വളരെ തുച്ഛമായ പണം അപഹരിക്കുന്ന ക്രൈമാണ്. ലക്ഷങ്ങൾ ട്രാൻസാക്ഷൻ നടക്കുന്ന അക്കൗണ്ടിൽ നിന്നൊക്കെ ഒരു 100 രൂപയൊക്കെ പോയാൽ അതിൻ്റെ പിറകെ പരാതിയുമായി ഒന്നും ആരും തന്നെ പോകാറില്ല. പലരും അത് ശ്രദ്ധിക്കുക കൂടിയില്ല. അങ്ങനെ ഒരുപാട് ആളുകളുടെ അക്കൗണ്ടിൽ നിന്ന് വളരെ തുച്ഛമായ പണം മോഷ്ടിക്കുമ്പോൾ വലിയൊരു തുകയായില്ലേ. പലതുള്ളി പെരുവെള്ളം എന്ന് പറയാറില്ലേ, അതുപോലെ. അതാണ് സലാമി അറ്റാക്ക്. ഇതൊന്നുമല്ല. നീരജ ആൻറ്റി ഒന്ന് നെടുവീർപ്പിട്ടു. ആൻറ്റി ടെൻഷൻ ആവാതെ, നമുക്ക് എന്തേലും ചെയ്യാം. മനു, നീ ഇത് സീക്രട്ടായി വെച്ചാൽ മതി. അമ്മയോട് പോലും ഇപ്പോൾ പറയണ്ട. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? ടോപ്പ് സീക്രട്ടാക്കി വെക്കും. അമ്മയെ വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞിരുന്നു. ഞാൻ ഇറങ്ങട്ടെ ആൻറ്റി, ഇതിനെനിക്കല്പം സമയം വേണം. അവിടുന്ന് യാത്ര പറഞ്ഞ് ഞാൻ അമ്മയുടെ ഓഫീസിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ആൻറ്റി പെട്ടിരിക്കുന്ന ട്രാപ്പിനെ പറ്റിയായിരുന്നു ചിന്ത മുഴുവനും. അമ്മയും നീരജ ആൻറ്റിയും ജോലി ചെയ്യുന്ന ബാങ്കിന് ഒരു ബാക്കപ്പ് അക്കൗണ്ട് കൂടിയുണ്ട്. ഡെയിലി ട്രാൻസാക്ഷൻസ് നടക്കുന്ന പണം ബാങ്കിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന അക്കൗണ്ടിലാണ് ഓഡിറ്റ് ചെയ്യുന്നത്. സ്വകാര്യ ബാങ്ക് ആയതുകൊണ്ടും വലിയൊരു കോർപ്പറേറ്റ് സ്ഥാപനമായതുകൊണ്ടും ഇങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് അധികൃതർ സൂക്ഷിക്കുന്നതാവാം. മെയിൻ അക്കൗണ്ടിൽ ആവശ്യമായ പണം ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ ഇതിൽ നിന്ന് പണം റോൾ ചെയ്യാറുണ്ട്. അതിനൊക്കെ ഡമ്മി അക്കൗണ്ടുകൾ വേറെയുണ്ട്. ബാങ്കിന് ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് അക്കൗണ്ട് ഉള്ളത് അവിടെ ജോലി ചെയ്യുന്ന പലർക്കും അറിയില്ല എന്നതാണ് വേറൊരു കൗതുകം. അമ്മയ്ക്ക് പോലും അറിയാൻ വഴിയില്ല. ഈ അക്കൗണ്ടിലെ പണം കൈകാര്യം ചെയ്യാൻ അവിടുള്ള 5 എംപ്ലോയീസിനെ മാത്രമേ ചുമതലപ്പെടുത്തിയിട്ടുള്ളൂ. അതും അതീവ രഹസ്യമായി. അതിലൊരാളാണ് നീരജ ആൻറ്റി. അതിനായി ഇവർക്ക് നിലവിലുള്ളതിന് പുറമെ ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ള ലോഗിൻ ഐഡിയും പാസ്കോഡും ഒക്കെയുണ്ട്. ബാങ്കിന് അപൂർവമായേ ഈ അക്കൗണ്ടിൽ നിന്ന് വലിയ രീതിയിൽ പണം എടുക്കേണ്ടതായി വരുന്നുള്ളൂ. പക്ഷേ എല്ലാ മാസവും ഈ അക്കൗണ്ടും ഓഡിറ്റ് ചെയ്ത് ബാലൻസ് ടാലിയാക്കും. അതിന് വേറൊരു വിങ് തന്നെ ബാങ്കിനുണ്ട്. നമ്മുടെ നീരജ ആൻറ്റി ഇതിൽ കയറി ചില ഉഡായിപ്പുകൾ ഒപ്പിക്കാറുണ്ട്. ഈ 5 പേരിൽ വേറൊരാൾ അവിടുത്തെ എംപ്ലോയിയായ ജിനി ഫ്രാൻസിസ് എന്ന ആൻറ്റിയാണ്. ഞാൻ 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും പരിചയമില്ല. ജിനി ആൻറ്റി ഇടിവെട്ട് ചരക്കാണ്.
അതവിടെ നിൽക്കട്ടെ. ഇവർ രണ്ടുപേരും കൂടി ഒപ്പിച്ചു വെച്ചേക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ അക്കൗണ്ടിൽ നിന്ന് ഇടയ്ക്ക് ക്യാഷ് വലിക്കും. ഇവർക്കെന്തോ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പുണ്ട്. അതിന് റോൾ ചെയ്യുന്നതാണ്. മാസം അവസാനമാകുമ്പോൾ അത് തിരികെ ആ അക്കൗണ്ടിലേക്ക് ഇടുകയും ചെയ്യും. ഒരു പ്രശ്നവുമില്ലാതെ അതങ്ങനെ കടന്നു പോവുകയും ചെയ്യും. പക്ഷേ ഇത്തവണ പണി പാളി. നീരജ് ആൻറ്റിയുടെ ലോഗിൻ ഐഡിയും പാസ്കോഡും ഉപയോഗിച്ച് 3 കോടി രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് ആരോ എടുത്തിട്ടുണ്ട്. രാവിലെ ബാങ്കിൽ ചെന്നപ്പോഴാണ് ആൻറ്റി ഇതറിഞ്ഞത്. അപ്പോൾ തന്നെ അവിടുന്ന് ലീവാക്കി തിരികെ പോന്നതാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് എന്നെ വിളിച്ചത്. ആൻറ്റിയുടെ ലാപ്ടോപ്പ് അടക്കം സകല സാധന സാമഗ്രികളും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല പണിയുണ്ട്. അങ്ങനെ ഓടിച്ച് അമ്മയുടെ ബാങ്കിന് അടുത്തെത്തി. പെട്ടെന്ന് അമ്മയെ വീട്ടിൽ കൊണ്ടാക്കിയ ശേഷം എൻ്റെ മറ്റൊരു ചങ്കായ ഹരിയുടെ വീട്ടിലേക്ക് പോയി. നീരജ് ആൻറ്റിക്ക് പണി കൊടുത്തിരിക്കുന്നത് ഹാക്കർമാരാണ്. ഹാക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഹരി അവൻ്റെയൊക്കെ അപ്പനായിട്ട് വരും. ഞാൻ വരാൻ ലേറ്റാകുമെന്ന് അമ്മയോട് പറഞ്ഞിട്ടാണ് ഹരിയുടെ വീട്ടിലോട്ട് പോയത്. നീരജ് ആൻറ്റിക്ക് ഈ പണം പോയ കാര്യം റിപ്പോർട്ട് ചെയ്താലും 8ൻ്റെ പണിയാണ്. ബാങ്ക് അധികൃതർ പരിശോധിച്ചു നോക്കുമ്പോൾ നീരജ് ആൻറ്റിയും ജിനി ആൻറ്റിയും അക്കൗണ്ടിൽ നിന്ന് മുൻപ് റോൾ ചെയ്തിട്ടുള്ള ക്യാഷ് കണ്ടുപിടിക്കും. ഈ 3 കോടിയും ഇവരുടെ തലയിൽ വയ്ക്കുകയും ചെയ്യും. ജോലിയിൽ നിന്ന് പിരിച്ചുവിടലും ചീറ്റിംഗ് കേസും എല്ലാം കൂടി പിന്നാലെ വരും. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണം. ഇത്രയും വലിയ തുക ആയതുകൊണ്ട് കയ്യിൽ നിന്ന് വെക്കാനും പറ്റില്ല. ഞാനും ഹരിയും പണ്ട് സൈബർ ക്രൈമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു സെമിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്ന് ക്ലാസ് എടുത്തു തന്നത് സൈബർ സെല്ലിൽ ജോലി ചെയ്യുന്ന മിഥുൻ എന്ന ഒരു സാറാണ്. ആള് ഫ്രണ്ട്ലിയാണ്. അരുണിൻ്റെ ചേട്ടൻ വരുണിൻ്റെ ക്ലാസ്മേറ്റാണ് ഈ സാർ. ഹരിയുടെ റിസർച്ച് ഗോഡൗൺ ഉണ്ട്. കണ്ടാൽ പഴയ ബാലൻ കെ നായരുടെ സിനിമയിലൊക്കെയുള്ള പോലത്തെ ഒരു അധോലോക സെറ്റപ്പ് തോന്നും. മിഥുൻ സാറിൻ്റെ നമ്പർ കയ്യിലുണ്ടായിരുന്നു. ഹരി ഇടയ്ക്ക് പുള്ളിയുമായി കോണ്ടാക്റ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ മിഥുൻ സാറിൻ്റെ അറിവ് ഞങ്ങൾക്ക് ലഭിച്ചു. സാറിനോട് ഹരി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കാര്യങ്ങൾ പിടികിട്ടി. പിന്നെ ഹരി ഈ കാര്യത്തിൽ അതൊരു 1.5 മുതലാണ്. IP സ്പൂഫിംഗ് വെച്ചിട്ടുള്ള പണിയാണ്. നീരജ് ആൻറ്റിയും ജിനി ആൻറ്റിയും കള്ളത്തരം കാണിച്ചതുകൊണ്ട് ആ പഴുതിലൂടെ നുഴഞ്ഞു കയറിയ ഹാക്കറാണ്. പഠിച്ച കള്ളന്മാരാണ്. നീരജ് ആൻറ്റിയുടെ ഐഡിയും പാസ്വേഡും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഫ്രോഡുലൻ്റ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തുള്ള പരിപാടിയാണ്. അടിച്ചെടുത്ത 3 കോടി ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് കടത്താനാവും സാധ്യത. ഹരി ഹാക്കർ ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് കൗണ്ടർ അറ്റാക്ക് തുടങ്ങി. ഹാക്കർ മോൻ്റെ വാളിൽ ക്രാഷ് അടിച്ച് തൂഫാനാക്കി ഹരി എല്ലാം ക്ലിയറാക്കി. അടിച്ചു മാറ്റിയ ഫുൾ എമൗണ്ടും പഴയ പോലെ തിരിച്ച് അക്കൗണ്ടിലെത്തി. ഒരിക്കലും നുഴഞ്ഞു കയറാൻ പറ്റാത്ത രീതിയിൽ മണിച്ചിത്ര താഴിട്ട് പൂട്ടിയിട്ടുണ്ട്. ഹരി മനുവിനോട് പറഞ്ഞു. ഹരിയോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് തിരികെ വീട്ടിലെത്തിയപ്പോൾ 12 മണി കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് നീരജ് ആൻറ്റിയെ ഞാൻ കോൾ ചെയ്തു. ഹലോ ആൻറ്റി, ഇന്ന് ലീവാണോ? ഇന്നും ലീവാണെടാ. ഞാൻ കാറുമായി വരാം. ഇന്നിവിടെ നിമിമോളുണ്ട്. അവൾ ക്ലാസ്സിൽ പോകുന്നില്ല. തലവേദന ആണെന്ന് പറഞ്ഞ് കിടക്കുക. അവളെല്ലാം കേൾക്കും. അരുണുമായി ഇന്നലെ കറങ്ങാൻ പോയ ആൾ തിരികെ എത്തി, ഞാൻ മനസ്സിൽ കരുതി. ആൻറ്റി പറഞ്ഞ സ്ഥലത്ത് ഞാൻ ആൻറ്റിയെ വെയിറ്റ് ചെയ്തു നിന്നു. ആൻറ്റി കാർ ഡ്രൈവ് ചെയ്ത് വരികയാണ്. ഞാൻ അകത്തേക്ക് കയറി. ഒരു ഡാർക്ക് ഗ്രീൻ സാരിയാണ് ഉടുത്തിരിക്കുന്നത്. ഇളം പച്ചക്കളറിൽ നല്ല വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസ്. കഴുത്തും മുതുകും ഇറക്കിയുള്ള തുന്നലാണ് ബ്ലൗസിൻ്റെത്. ആ സാരിക്ക് ചേരുന്ന തരത്തിലുള്ള ആഭരണങ്ങൾ. ഈ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്തും ഇജാതി ഡ്രസ്സിങ് ആൻറ്റിയെ സമ്മതിച്ചിരിക്കുന്നു. മനു, എന്തായി മോനെ? എനിക്കൊരു ഐഡിയ തോന്നി. ആൻറ്റിയുമായി കുറേ നേരം ഈ പേരും പറഞ്ഞ് ചിലവഴിക്കാം. എല്ലാം ഓക്കെ ആയ കാര്യം ഇപ്പോൾ മിണ്ടേണ്ട. കുറച്ചുകൂടി ശരിയാകാനുണ്ട് ആൻറ്റി. ജിനി ആകെ പേടിച്ചു വിറച്ചിരിക്കുക. നമുക്ക് അവളുടെ വീട്ടിലേക്ക് പോകാം. അവൾ ഇന്ന് ഓഫീസിൽ പോയിട്ടുണ്ട്. അവളുടെ ID പാസ്വേഡ് എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. അവളുടെ വീടിൻ്റെ കീ എൻ്റെ കയ്യിലുണ്ട്. അവളുടെ വീട്ടിൽ ആരുമില്ല. ആൻറ്റി ജിനി ആൻറ്റിയുടെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തു. ഞാൻ ആൻറ്റിയെ ഒളി കണ്ടിട്ട് നോക്കിക്കൊണ്ടിരുന്നു. പാവാട മടിക്കുത്തു മുതൽ ബ്ലൗസിൻ്റെ താഴെ വരെയുള്ള വയറിൻ്റെ ഭാഗം കാണാം. അതും വളരെ അടുത്തിരുന്ന് തന്നെ കാണാം. ആൻറ്റി
ആൻറ്റി പാവാട അല്പം താഴ്ത്തിയാണ് ഉടുത്തിരിക്കുന്നത്. സൈഡിലിരുന്ന് നോക്കുമ്പോൾ ഉഴുന്നുവട കാണാൻ പറ്റുന്നുണ്ട്. എഴുന്നേറ്റ് നിന്നാലേ നന്നായി വട കാണാൻ പറ്റുകയുള്ളൂ. കഴുത്ത് ഇറക്കി തയ്ച്ചിരിക്കുന്നത് കൊണ്ട് അകത്ത് കിടക്കുന്ന വവ്വാലിൻ്റെ വള്ളി ഇടയ്ക്കിടയ്ക്ക് പുറത്ത് ചാടുന്നുണ്ട്. സാരിത്തലപ്പ് മാറിയാൽ താഴ്വാരങ്ങളും കാണാൻ പറ്റും. എന്ത് നല്ല ഭംഗിയുള്ള വെളുത്ത നീണ്ട കഴുത്താണ് ആൻറ്റിക്ക്. ആൻറ്റി അടിക്കുന്നത് ടയർ പെർഫ്യൂമാണെന്ന് തോന്നുന്നു. കാറിൽ മുഴുവനായി ആ പെർഫ്യൂമിൻ്റെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു. തല മുതൽ പാദങ്ങൾ വരെ എല്ലാ പാർട്സും ഉഗ്രനായ ഒരടിപൊളി ചരക്ക് തന്നെയാണ് നീരജ് ആൻറ്റി. നിമിഷയുടെ പപ്പയും മമ്മിയും ഡിവോഴ്സ് ആയതാണ് എന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത്രയും നല്ല ഉരുപ്പടിയെ കളഞ്ഞിട്ട് പോയ അങ്ങേര് എന്തോട്ട് മണ്ടനാണ്. ഇനി ആൻറ്റി അങ്ങേരെ കളഞ്ഞതാവുമോ? ആർക്കറിയാം. എന്തായാലും ജിനി ആൻറ്റിയുടെ വീടെത്തുന്നത് വരെ ഈ പോസിൽ ഞാൻ ഈ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കട്ടെ. കുട്ടൻ ബഹളം വെക്കാൻ തുടങ്ങുന്നു. അടങ്ങടാ മോനെ, നിനക്ക് ഇത്രയും വലിയ ഭാഗ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല, ഞാൻ മനസ്സിലോർത്തു. ജിനി ആൻറ്റിയുടെ വീട് ഒരൊറ്റപ്പെട്ട നിലയിലാണ്. അയൽപ്പക്കത്തൊക്കെ പറമ്പ് പോലെ കിടക്കുക. അവിടെ ആര് വന്നാലും പോയാലും ആരും അറിയാൻ പോകുന്നില്ല. ഞങ്ങൾ വീടിനകത്തേക്ക് കയറി. ആൻറ്റി സ്വന്തം വീട് പോലെയാണ് പെരുമാറുന്നത്. ഞാൻ ആൻറ്റിയുടെ ലാപ്ടോപ്പ് തുറന്ന് എന്തൊക്കെയോ കാര്യമായി ചെയ്യുന്ന പോലെ അഭിനയിച്ചു. ആൻറ്റിക്ക് പേടിയുണ്ടോ? ഉണ്ടോന്നോ? ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ ഗുലുമാൽ വരുമെന്നറിയാമോ? പിന്നെന്തിനാ ഈ പണിക്ക് പോയത്? നമ്മൾ ഉണ്ടാക്കിയിട്ട പഴുതിലൂടെയാ ഈ ഹാക്കർമാർ നുഴഞ്ഞു കയറി പണി തന്നത്. ഇനി ഒരിക്കലും ഞങ്ങളിങ്ങനെ ചെയ്യില്ല മോനു. കുറച്ച് ക്യാഷ് അത്യാവശ്യം വന്നപ്പോൾ റോൾ ചെയ്യാനെടുത്ത് ശീലിച്ചതാ. പിന്നെ അതിലൊരു ത്രില്ല് വന്നു പോയി. രണ്ടുപേരും ഐഡിയും പാസ്വേഡും റീസെറ്റ് ചെയ്യുകയും വേണം, മനു പറഞ്ഞു. ചെയ്യാം മനു, നല്ല ചൂടുണ്ട്. മിനിയുടെ മുകളിലെ ഗസ്റ്റ് റൂമിലിരിക്കാം. അവിടെയാകുമ്പോൾ AC-യുമുണ്ട്. ആൻറ്റി മുൻപിൽ സ്റ്റെപ്പ് കയറി നടന്നു. ഞാൻ സാധനങ്ങളുമായി പിന്നിലും. സ്റ്റെപ്പ് കയറി നടക്കുമ്പോൾ കമിഴ്ത്തി വെച്ച ആ 2 കുടങ്ങൾ ഒരു പ്രത്യേക താളത്തിലാണ് ഇളകിയാടുന്നത്. അത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഗസ്റ്റ് റൂമിൽ ഒരു ഡബിൾ ബെഡുണ്ട്. ഞാൻ ബെഡിലിരുന്ന് ലാപ്ടോപ്പ് അഭിനയം തുടർന്നു. ആൻറ്റി എന്നെയും നോക്കി സൈഡിലിരുന്നു. കുറച്ചു നേരത്തെ ആക്ടിങ് കാഴ്ചവെച്ചതിന് ശേഷം ഞാൻ ഉച്ചത്തിൽ താങ്ക് ഗോഡ് സക്സസ് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ആൻറ്റി സന്തോഷം കൊണ്ട് ഓക്കെ ആയോടാ, ശരിക്കും അത് ഓക്കെ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എല്ലാം ആൻറ്റിയുടെ നേരെ വെച്ച് ദാ ചെക്ക് ചെയ്ത് നോക്ക് ആൻറ്റി. ആൻറ്റി എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം രക്ഷപ്പെട്ടു, പോയതെല്ലാം തിരിച്ച് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു. സന്തോഷം കൊണ്ട് ആൻറ്റി എൻ്റെ അടുത്ത് വന്ന് എന്നെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. താങ്ക്സ് മനുക്കുട്ട, വലിയൊരു അപകടമാണ് ഒഴിഞ്ഞു പോയത്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനും ജിനിയും വല്ല സൂയിസൈഡ് ചെയ്യേണ്ടി വന്നാനേ. ആൻറ്റി അങ്ങനെ തന്നെ എന്നെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തിൽ എന്തൊക്കെയോ പറയുകയാണ്. ഞാനാണെങ്കിൽ ആ കെട്ടിപ്പിടുത്തം ആസ്വദിച്ചിരിക്കുകയാണ്. എൻ്റെ കുറ്റിത്താടി രോമങ്ങൾ കറക്റ്റായിട്ട് ആൻറ്റിയുടെ കഴുത്തിൽ മുട്ടുന്നുണ്ട്. എന്നാലും ആൻറ്റി അതൊന്നും ശ്രദ്ധിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചിട്ട് പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് വെറുതെ വിട്ട പോലെയുള്ള സന്തോഷമാണ് ആൻറ്റിക്ക്. ആ കെട്ടിപ്പിടുത്തത്തിൽ സകലതും എന്നോട് അമർന്നു നിൽപ്പുണ്ട്. നല്ല രസം. ആൻറ്റിക്ക് എന്ത് നല്ല സ്മെല്ലാണ്, ഞാൻ മനസ്സിലോർത്തു. പെട്ടെന്ന് എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ കിടന്ന മൊബൈൽ ഫോൺ റിങ് ചെയ്തു. ചെറുതായി ഒന്ന് ഞെട്ടിയ ആൻറ്റി കെട്ടിപ്പിടുത്തം മതിയാക്കി എന്നെ റിലീസ് ചെയ്തു. ഞാൻ ഫോണെടുത്ത് നോക്കി. അരുണാണ്. ഇവന് വിളിക്കാൻ കണ്ട നേരം. ഞാനൊന്ന് ആസ്വദിച്ച് വരികയായിരുന്നു. ഇന്നലെ നിമിഷയുമായി കറങ്ങാൻ പോയതിൻ്റെ കഥ വിളമ്പാനാവും വിളിക്കുന്നത്. നിൻ്റെ ഭാവി അമ്മായിയമ്മ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടടാ, ഞാൻ മനസ്സിൽ കരുതി ഫോൺ എടുത്തു. അരുണേ, ഞാൻ അല്പം തിരക്കിലാടാ, പിന്നെ വിളിക്കാം, അതും പറഞ്ഞ് കട്ട് ചെയ്തു. അപ്പോൾ നീരജ് ആൻറ്റി പറഞ്ഞു, സാരമില്ല, നീ അവനോട് സംസാരിക്ക്. വലിയ അത്യാവശ്യമൊന്നുമല്ല ആൻറ്റി, അവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ളതാ. ഞാൻ നോക്കിയപ്പോൾ ആൻറ്റിയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ
ആനന്ദക്കണ്ണീരാണ്. നിനക്ക് ഞാൻ എന്താടാ തരിക മണിക്കുട്ട? നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും. എൻ്റെ അമ്മേ, എൻ്റെ ചങ്കിൽ വെള്ളടി വെട്ടി. ഇപ്പോൾ എന്ത് ചോദിച്ചാലും എടുത്തു തരും ആൻറ്റി. ഒന്നിട്ട് നോക്കാം. ആൻറ്റി, ഞാൻ എന്ത് ചോദിച്ചാലും തരുമോ? നീ ചോദിക്ക്. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ തന്നിരിക്കും. ഞാൻ അല്പം വിക്കി പറഞ്ഞു. എന്നാൽ നിനക്ക് ബാക്കി പറ. അത് ഇപ്പോൾ ഹഗ് ചെയ്ത പോലെ ഇനിയും എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കാമോ? വിക്കി പറഞ്ഞൊപ്പിച്ചു. അമ്പട മണിക്കുട്ട, പിന്നെന്താ? അതും ചോദിച്ചുകൊണ്ട് നീരജ് ആൻറ്റി എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ആൻറ്റിയുടെ ഈ കെട്ടിപ്പിടുത്തം തന്നെ എന്ത് സുഖമാണ്. ആൻറ്റിയുടെ സാരി പുതിയതാണെന്ന് തോന്നുന്നു. സാരിയുടെ പുത്തൻ മണവും പെർഫ്യൂമിൻ്റെ മാദക മണവും കൂടെ മൂക്കിലൂടെ തുളഞ്ഞു കയറുകയാണ്. പോരാത്തതിന് റൂമിലെ AC-യുടെ തണുപ്പും. ജൂനിയർ മനു സടകുടഞ്ഞെഴുന്നേറ്റ് നിൽക്കുകയാണ്. കുറച്ചു മുൻപ് ഞാൻ പറഞ്ഞ കാര്യം പിൻവലിച്ചടാ മോനെ. ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ആൻറ്റി എന്നെ മുറുകെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. കെട്ടിപ്പിടിച്ചുകൊണ്ട് ആൻറ്റി പറഞ്ഞു, നീ എന്നെ ഉളി കണ്ടിട്ട് നോക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ നിൻ്റെ മനസ്സിലിരിപ്പ് എന്താ എന്ന് പൂർണ്ണമായും അറിയില്ലല്ലോ. നിനക്ക് എന്നോട് ആഗ്രഹമുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. മനുവിൻ്റെ മനസ്സിൽ ലഡുപൊട്ടി. ആൻറ്റി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻറ്റി എന്തൊരു സുന്ദരിയാണ് കാണാനായിട്ട്. ആൻറ്റി എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരും. ആഹാ, എന്ത് പറഞ്ഞാലും ചെയ്തു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആൻറ്റി എൻ്റെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. വാവ്, എൻ്റെ ജീവിതത്തിലെ ആദ്യ ലിപ് കിസ്, അതും ഒരു സൗന്ദര്യ ദേവതയുമായി. ആൻറ്റി നല്ല ആസ്വദിച്ച് എൻ്റെ ചുണ്ടുകളിൽ കിസ് ചെയ്യുന്നുണ്ട്. ഞാനും പരമാവധി സഹകരിച്ചു. എത്ര ബോളിവുഡ് ഹോളിവുഡ് സിനിമകൾ പാത്തിருக்கு. ഇനിയും കെട്ടിപ്പിടിക്കണോ? ആൻറ്റി വക ചോദ്യം. ഞാൻ പറഞ്ഞു, എനിക്ക് ഇനിയും വേണം. അമ്പട കള്ള, ഇനിയും വേണമല്ലേ എന്ന് പറഞ്ഞ് ആൻറ്റി എന്നെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ബെഡിലേക്ക് മറിഞ്ഞു. കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ നേരത്തെ എന്നെ കൊതിപ്പിച്ച ആ നീണ്ട സുന്ദരമായ കഴുത്തിൽ ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. എൻ്റെ ഈശ്വര, ഞാനൊരു കാര്യം മറന്നുവല്ലോ. എന്താ അത്? ഇത് തന്നെ, എന്നെ ഏറ്റവും കൊതിപ്പിച്ച ആൻറ്റിയുടെ കാൽപാദങ്ങൾ. ഞാൻ മൃദുവായി തലോടി. എന്നിട്ട് പാദങ്ങളിൽ ചുംബിച്ചുകൊണ്ട് യാത്ര തുടർന്നു. പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള യാത്ര ഏതാണ്ട് 1.5 മണിക്കൂറോളം നീണ്ടു. AC ഓൺ ചെയ്തേക്കുന്നത് കൊണ്ട് ഫാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ആ മുറിയുടെ നിശബ്ദതയിൽ ആൻറ്റിയുടെ സീൽക്കാര ശബ്ദങ്ങൾ പ്രതിധ്വനിച്ച് ഇരട്ടിയായി എൻ്റെ കാതുകളിൽ ഓടിയെത്തി. എനിക്ക് വീണ്ടും ആവേശം കയറി. പൂർവാധികം ശക്തിയോടെ കാസർഗോഡ് മുതൽ പാറശാല വരെ ഞാൻ മടക്കയാത്ര നടത്തി. അങ്ങനെ ഒരുപാട് നേരം ആൻറ്റിയുമായി അവിടെ ചിലവഴിച്ചു. സമയം ഏതാണ്ട് 3:30 ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ മുകളിൽ കറങ്ങാത്ത ഫാനിൻ്റെ ഇലയിൽ നോക്കി കിടക്കുകയാണ്. നിനക്ക് വിശക്കുന്നില്ലേ മനു? ഇല്ലല്ലോ, വയറ് നിറയെ എനിക്ക് കഴിക്കാനുള്ളത് കിട്ടിയില്ലേ, അപ്പോൾ എങ്ങനെ വിശക്കും? ആൻറ്റിക്ക് വിശക്കുന്നുണ്ടോ? ഒട്ടുമില്ല, എനിക്കും നല്ല ലഞ്ച് കിട്ടിയില്ലേ. എന്നിട്ട് കണ്ണിറുക്കി ഒരു ചിരി. ഞങ്ങൾ പതിയെ എഴുന്നേറ്റു. ആ റൂമിലേക്ക് വന്നപ്പോൾ നല്ല ഭംഗിയായി കിടന്ന കിടക്കവിരി ഞങ്ങൾ കാരണം ആകെ അലങ്കോലമായി കിടക്കുകയാണ്. അത് പഴയ രീതിയിലാക്കി ഞങ്ങൾ ആ റൂമിൽ നിന്നിറങ്ങി. വീടിന് മുൻപിലെ ഡോറ് തുറക്കാൻ നേരം പെട്ടെന്ന് ആൻറ്റി തിരിഞ്ഞു നിന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഒരു കിസ് കൂടി തന്നു. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി മണിക്കുട്ട, നീ സൂപ്പറാണ്. എനിക്ക് ആൻറ്റിയെയും ഒരുപാട് ഇഷ്ടമായി എന്ന് ഞാനും പറഞ്ഞു. ഇത് കഴിഞ്ഞ് ആൻറ്റി എന്നെ മറക്കുമോ? ഞാൻ ഇനി എന്നും നിൻ്റെ കൂടെ ഉണ്ടാവും, നിനക്ക് മടുക്കുന്നത് വരെ. എനിക്കൊരിക്കലും ആൻറ്റിയെ മടുക്കുമെന്ന് തോന്നുന്നില്ല. ആൻറ്റി ഒന്ന് ചിരിച്ചു, കൂടെ ഞാനും. അവിടെ നിന്നിറങ്ങി എൻ്റെ ബുള്ളറ്റ് ഇരിക്കുന്നിടത്ത് ആൻറ്റി എന്നെ ഡ്രോപ്പ് ചെയ്തു. ഈ ലോകത്ത് ഇപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യവാൻ താനാണ്. ബുള്ളറ്റ് എടുത്ത് വീട്ടിലേക്ക് പോകും വഴി മനു മനസ്സിൽ കരുതി. അമ്മയുടെ സൗന്ദര്യം അതേപോലെ മണിക്കുട്ടനും കിട്ടിയിട്ടുണ്ട് എന്ന് ബന്ധുക്കൾ പറയാറുണ്ട്.
കോളേജിലും ഞാനൊരു ചുള്ളൻ ചെക്കനാണ് എന്നുള്ള സംസാരം കോളേജിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ചിലരിൽ നിന്നെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്ത് കാര്യം, ജീവിതത്തിൽ ഇന്നേ വരെ ഒരു ലൈൻ പോലും സെറ്റായിട്ടില്ല. കോളേജിൽ പഠിത്തത്തിന് മുൻഗണന കൊടുത്തതുകൊണ്ട് അവിടെയും ഒന്നും നടന്നില്ല. അരുണിനൊക്കെ +2 കാലഘട്ടം മുതൽക്കേ ഓരോ ലൈൻ ഉണ്ടായിരുന്നു. അവൻ ഓരോ പെൺപിള്ളേരുമായി നടന്ന കഥകളൊക്കെ വന്നു പറയുമ്പോൾ കൊതിയോടെ കേട്ടു നിന്നു. വീട്ടിലെത്തി കുട്ടനെ തലോടാൻ മാത്രമായിരുന്നു എൻ്റെ യോഗം. എന്തിനേറെ പറയുന്നു, ഒരുപാട് എന്നെ കൊതിപ്പിക്കാറുള്ള ബിന്ദുട്ടിയുമായി പോലും ഒന്നും നടന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് സങ്കടമില്ല. അമ്മയുടെ അതേ പ്രായത്തിലുള്ള സൗന്ദര്യദേവതയായ നീരജ് ആൻറ്റിയുമായി എല്ലാം നടന്നു. ജീവിതം അങ്ങനെയാണ്. ഇന്നലെ ആൻറ്റിയുടെ ഫോൺ കോൾ വരുമ്പോൾ ഇന്നിങ്ങനെയൊക്കെ നടക്കും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായി കിട്ടേണ്ടതെല്ലാം കിട്ടി. ബാലപാഠങ്ങൾ മുതൽ എല്ലാം ആൻറ്റി പഠിപ്പിച്ചു തന്നു. നമ്മുടെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ പ്രണയിക്കുകയാണെങ്കിൽ 40 കഴിഞ്ഞ ആൻറ്റിമാരെ പ്രണയിക്കണം എന്ന് ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരിയാണ് എന്ന് തോന്നിപ്പോയി. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അത്തരത്തിലുള്ള ആൻറ്റിമാർ നമ്മളെ പൊന്നുപോലെ നോക്കും. അറിയാത്ത പല കാര്യങ്ങളും പഠിപ്പിച്ച് നമ്മളെ സ്വർഗം കാണിച്ച് മറ്റൊരു ലോകത്തിലെത്തിക്കും. ഇന്നെനിക്ക് ബോധ്യമായി. വീടെത്തിയപ്പോഴാണ് അരുണിനെ തിരിച്ചു വിളിക്കുന്ന കാര്യം ഓർമ്മ വന്നത്. വിളിച്ചപ്പോൾ അരുണിന് കുറച്ച് പ്ലാനൊക്കെ പറയാനുണ്ടായിരുന്നു. അതിനായിരുന്നു അവൻ നേരത്തെ വിളിച്ചത്. നമുക്ക് ആലോചിച്ച് ചെയ്യാമെടാ എന്നവന് ഞാൻ വാക്ക് കൊടുത്തു. വരുന്ന ആഴ്ച അമ്മയുടെ 45ാം പിറന്നാളാണ്. അത് നന്നായി നടത്താൻ എനിക്ക് പ്ലാനുണ്ട്. നീരജ് ആൻറ്റിയും അരുണും ഹെൽപ്പിനുണ്ട്. ആൻറ്റി ഓർത്തതേ ഉള്ളൂ. ദേ ആൻറ്റിയുടെ ഫോൺ കോൾ. ആൻറ്റിയുടെ മധുരം നിറഞ്ഞ ശബ്ദം. മനുക്കുട്ടാ, വീട്ടിലെത്തിയോ? എത്തി ആൻറ്റി. ആൻറ്റി എത്തിയോ? ഞാനിപ്പോൾ കിടക്കുക. ഒന്ന് ഫ്രഷ് ആവണം. അതിനു മുമ്പ് ഒന്ന് നിന്നെ വിളിക്കാൻ തോന്നി. ചുമ്മാ വിളിച്ചതാ. ഫ്രഷ് ആവാൻ നേരം ഞാനും കൂടി വരട്ടെ ആൻറ്റി? നീ വന്നോ? നമുക്ക് ഒരുമിച്ച് കുളിക്കാം. നിനക്കിന്ന് എന്തുവാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അത് കുതിരസവാരി. അപ്പുറത്തെ തലയ്ക്കിൽ നിന്ന് ആൻറ്റിയുടെ ഒരു ചിരി. ഇനിയും നമുക്ക് ഒരുപാട് സവാരികൾ നടത്താം മനുക്കുട്ട. ചില പുതിയ കാര്യങ്ങൾ ആൻറ്റി നിന്നെ പഠിപ്പിക്കുകയും ചെയ്യാം. ലവ് യു മനുക്കുട്ട. ഉമ്മ. ലവ് യു ടു ആൻറ്റി. ഉമ്മ. ഫോണിൽ കൂടെ കിസ് പങ്കുവെച്ച ശേഷം പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആൻറ്റി ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിനകത്തേക്ക് കയറിയപ്പോൾ അമ്മ ഓഫീസിൽ നിന്ന് വന്ന് TV കാണുന്നു. TV-യിൽ എൻ്റെ മറ്റൊരു ഫേവറേറ്റ് പടം, ലാലേട്ടൻ്റെ നരസിംഹം. ഇന്ദുചൂടൻ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. മനുവിൻ്റെ കളികളും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ കഥയുടെ 3-ാം ഭാഗം ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വിത്ത് ലവ്, അലീന.